ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാനും മക്കൾസും ഉമ്മായും കൂടി പള്ളിമുക്ക് വരെ ഒന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഒരു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിമുക്ക് മയൂരിലോട്ടാണ് കേട്ടോ പോയത്. കാരണം ഒരു അലമാര നോക്കാനായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ, ഞായറാഴ്ചയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ മയൂരിലോട്ട് ചെന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളിമുക്ക് മയൂരി. ഇപ്പോൾ ഓണം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നേരെ അലമാരിയുടെ സെക്ഷനിലോട്ട് പോയിട്ടോ. പലതരം വെറൈറ്റീസ് ഓഫ് അലമാരികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരെണ്ണത്തിലെത്തി. അത് വാങ്ങിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കേട്ടോ. അത്യാവശ്യം കൊള്ളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, ഉമ്മായ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേറെ ഏതെങ്കിലും കടയിലും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് റെഫർ ചെയ്ത് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ നല്ല ടൈമായി, ഒരു 7 മണിയൊക്കെ ആവാറായി. പിന്നെ ഞങ്ങൾ പള്ളിമുക്ക് ക്യുക്സായിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ മോൾക്ക് എന്തായാലും അവിടെ ചെന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവൾക്ക് കുറേ മിഠായികളൊക്കെ എടുക്കാമല്ലോ. പിന്നെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു കുനാഫ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുനാഫ തിന്നപ്പോൾ ഇതാ കിടക്കുന്നു. കാരണം വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. തണുത്ത് മരവിച്ച് ആകെ ഒരു പരുവമായി. കാരണം AC-യിലൊക്കെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു ചൂടൊന്നുമില്ലായിരുന്നു. നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്ന ആ ഒരു കുനാഫയുടെ ടേസ്റ്റ് എനിക്കിതേ കിട്ടിയിട്ടില്ല കേട്ടോ. വലിയ പ്രതീക്ഷയോടുകൂടി വാങ്ങിച്ചതായിരുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മുട്ടായി ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേട്ടാ. കാരണം പഴയ കാല മുട്ടായികൾ. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാരി കവറിലാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. കാരണം വീട്ടിൽ മോനെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അവൻ കിടന്ന് കരയുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് വേറൊരു കടയിൽ കയറാൻ സമയമില്ലാത്തത് കൊണ്ട് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.